നമസ്കാരം, ഡെമോക്രസിയാണ്. എല്ലാവർക്കും സ്വാഗതം. CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രനെ എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നമെന്ന് നോക്കാം. RSPയുടെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ചന്ദ്രചൂഡൻ കൊല്ലത്ത് നടന്ന ലയന സമ്മേളനത്തിൽ പ്രസംഗിച്ച പ്രസംഗം നിങ്ങളെല്ലാം കേട്ട് കാണും. അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗം ഒരു പക്വതയുള്ള രാഷ്ട്രീയ നേതാവിനെ ചേർന്നതല്ല എന്ന് ആദ്യമേ പറയട്ടെ. അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ, ആ വാക്കുകൾ ഒരു പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കുകളാണ്. പരിഹാസങ്ങളിരിക്കട്ടെ, പരിഹാസങ്ങളും ഞങ്ങൾക്ക് കാര്യമല്ല. അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ ഒന്ന് പറഞ്ഞേക്കാം, സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം സ്വന്തം പാർട്ടി സംസ്ഥാനത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പറഞ്ഞു വെച്ച ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹമാണിപ്പം രാഷ്ട്രീയ പക്വത നമ്മളെയൊക്കെ പഠിപ്പിക്കാൻ പോകുന്നത്. പരനാറി എന്ന് പിണറായി വിജയൻ പ്രേമചന്ദ്രനെ തെറി വിളിച്ചപ്പോൾ മുന്നറിയിപ്പുമായി വന്ന TJ ചന്ദ്രചൂഡൻ നടത്തിയ ചൂടൻ പ്രയോഗമാണല്ലോ പ്രതിപാദ്യ വിഷയം. ആണും പെണ്ണും കെട്ട എന്ന പ്രയോഗം പന്ന്യൻ രവീന്ദ്രനെ ഉദ്ദേശിച്ച് അദ്ദേഹം നടത്തിയതാണത്രേ. ചന്ദ്രചൂഡൻ പ്രൊഫസറുടെ ഈ പ്രയോഗവും പിണറായിയുടെ ആ പ്രയോഗവും തമ്മിൽ താരതമ്യം ചെയ്താൽ തമ്മിൽ ഭേദമായി തൊമ്മൻ പോലും ഉണ്ടാകില്ല. രണ്ടാളും ഒരുപോലെ തന്നെ. എന്തായാലും പിണറായിയെ പേടിച്ചിട്ടോ എന്തോ കടുപ്പിച്ച പ്രയോഗം സാക്ഷാൽ പന്ന്യൻ രവീന്ദ്രന് എതിരെ മാത്രമായി പോയി. ആരും ചോദിക്കാനും പറയാനും ഉണ്ടാകില്ല എന്ന ധൈര്യം, അല്ലാതെ എന്തു പറയാൻ. നാണം വേണ്ടേ, മാനം വേണ്ടേ? കോമാളി വേഷം കെട്ടുന്നതിന് വേണ്ട ഒരു അതിന്, അത് വേഷത്തിൽ മാത്രമല്ല പറച്ചിലും കൂടെ ആയാലോ. ഈ പറഞ്ഞത് അന്തവിസാരവിഹീനമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് CPM-ന്റെ പുറകെ തൂങ്ങുക. ജയിക്കാനുള്ള താവളം നോക്കി കളം മാറ്റി ചവിട്ടിയവരാണ് RSP. ആ RSP ആണിപ്പം നമ്മളെ ചരിത്രം പഠിപ്പിക്കാൻ പോകുന്നത്. പാർട്ടി വളർന്ന് ആണും പെണ്ണും കെട്ടവരുടെ കൈകളിൽ ചെന്ന് വിട്ടപ്പോ മൂന്നാമതായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏത് ഭാഗത്താണ് അവരെന്ന് പറയണം. നമ്മളെക്കുറിച്ച് പരിഹസിച്ചുകൊണ്ട് ആണും പെണ്ണും കെട്ടവരെന്ന് പറയുന്നവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏത് ഭാഗത്താണ് അവർ? ആണാണോ പെണ്ണാണോ എന്ന് അവർ തന്നെ പറയട്ടെ. അതിന് പകരം ഒരു കാര്യമേ ഞങ്ങൾ പറയുന്നുള്ളൂ, വൈദ്യരെ സ്വയം ചികിത്സിക്കൂ എന്നേ പറയുന്നുള്ളൂ. ചന്ദ്രചൂഡൻ, ഏറെ ബഹുമാനത്തോടെ ഞങ്ങൾ പറയുന്നു, താങ്കൾ ഒരാത്മപരിശോധന നടത്തും. എവിടെയായിരുന്നു താങ്കൾ? എന്തായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ താങ്കളുടെ റോള്? കേരള രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ റോൾ എന്താ? അതൊന്ന് ശരിക്കും പഠിക്കും. പുറകെ പോയി നോക്കി ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ പറ്റില്ലല്ലോ. ദയവ് ചെയ്ത് ഞങ്ങളെ പഠിപ്പിക്കാൻ അങ്ങ് വരരുത്. അങ്ങ് വലിയ കോളേജ് പ്രൊഫസറായിരിക്കും. ദയവ് ചെയ്ത് ഞങ്ങളെ പഠിപ്പിക്കാൻ അങ്ങ് വരരുത് എന്നേ പറയുന്നുള്ളൂ. പിന്നെ എന്നെപ്പറ്റി പറഞ്ഞൊന്നും ഞാനത് കാര്യമാക്കുന്നേ ഇല്ല. ആ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മാന്യതയ്ക്ക് ചേർന്നതാണോ അല്ലയോ എന്ന് ജനം വിലയിരുത്തട്ടെ. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്തായാലും ഞാൻ ഒരു പാർട്ടി ഒരുമിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതൃസ്ഥാനത്തിരിക്കുന്ന ആളാണ്. ഞാനെന്തായാലും തോറ്റ് നാട് കടന്ന് ഇപ്പോൾ നേതൃസ്ഥാനത്തേക്ക് നാളല്ല എന്ന കാര്യം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തരംതാണ രീതിയിൽ സംസാരിക്കുന്നു എന്ന് കരുതരുത്. സ്വന്തമായി ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ കെൽപ്പില്ലാത്ത ഒരു പാർട്ടിയുടെ സെക്രട്ടറി RSP ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചോ പറയുക, 1 മണിക്കൂറുടെ തന്നിട്ട് ഞങ്ങൾ ഇത് സെറ്റിൽ ചെയ്ത് കൊടുക്കുമായിരുന്നു. ഒരു ഘട്ടത്തിൽ അവരുടെ തന്നെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തോടെ എനിക്ക് പറയേണ്ടി വന്നു, സ്നേഹിതൻ, ഇത് ഇനിയും പറഞ്ഞു പോയാൽ ഞങ്ങള് കത്രികയും കൊടുത്ത് ആള് വിടും എന്ന് പറഞ്ഞു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏത് ഭാഗത്താണ് അവർ? ആണാണോ പെണ്ണാണോ എന്ന് അവർ തന്നെ പറയട്ടെ. ബംഗാളിൽ ഇടതുമുന്നണിയും കേരളത്തിൽ UDF-ഉം. RSPയുടെ നില നോക്കുമ്പോൾ പന്ന്യന്റെ സംശയത്തിന് പ്രസക്തിയുണ്ട്. സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും CPI-യെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ചന്ദ്രചൂഡന്റെ നിലപാടിൽ പന്ന്യന് സങ്കടവുമുണ്ട്. പിണറായിയെ പേടിച്ച് AKG സെന്ററിന്റെ 7 അയലത്തു പോകാതെ പാവപ്പെട്ട പന്ന്യനെയും CPI-യെയും ആക്രമിക്കുന്നത് എന്തായാലും കടുപ്പം തന്നെ.
ആക്രമണം ഇങ്ങനെ തുടരുകയാണ്. നാണം വേണ്ടേ, മാനം വേണ്ടേ? കോമാളി വേഷം കെട്ടുന്നതിന് വേണ്ടി ഒരു അതിന് അത് വേഷത്തിൽ മാത്രമല്ല പറച്ചിലും കൂടെ ആയാലോ. മനസ്സിൽ ഒരുപാട് തെറ്റ് ചെയ്തതിൻ്റെ എല്ലാ ഭാരങ്ങളും വരുമ്പോൾ അത് മറച്ചു വെക്കാൻ ഏതെങ്കിലും ഒരു വഴി നോക്കും. ആ വഴിയിൽ ആരെങ്കിലും കൊണ്ടുപോയി പ്രതിയാക്കണ്ടേ? അതുകൊണ്ട് ബോധപൂർവം നമ്മളോട് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞതായിരിക്കും. പലപ്പോഴും അങ്ങനെയാണല്ലോ. പലപ്പോഴും അവരുടെ വീര്യം നമുക്കെതിരായല്ല പ്രകടിപ്പിക്കാറ് പതിവ്. RSP ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചോ പറയുക, 1 മണിക്കൂറോടെ തന്നിട്ട് ഞങ്ങൾ ഇത് സെറ്റിൽ ചെയ്ത് കൊടുക്കുമായിരുന്നു. ആ വീര്യത്തിലൊരു അംശവും ഇടതുപക്ഷ മുന്നണി മീറ്റിംഗിൽ അദ്ദേഹം കാണിക്കാറില്ല എന്ന കാര്യം ഒരു ദുഃഖ സത്യമാണെന്നും കൂടി പറഞ്ഞുകൊള്ളട്ടെ. അവർക്ക് സീറ്റിൻ്റെ കാര്യത്തിൽ സത്യസന്ധമായി പ്രവർത്തിച്ച ഞങ്ങളാണ്. ഈ ചന്ദ്രചൂഡൻ സാർ, ഞാനത് പറയട്ടെ, അന്ന് RSP തീരുമാനമെടുത്ത് അന്ന് വൈകുന്നേരം അദ്ദേഹം ടെലിഫോണിൽ എന്നോട് പറഞ്ഞ കാര്യം മറക്കരുത്. അദ്ദേഹം പറഞ്ഞു, ഈ തീരുമാനത്തിൽ 98% ഞാൻ എതിരാണെന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഈ സാക്ഷാൽ ചന്ദ്രചൂഡന്റെ ജനറൽ സെക്രട്ടറി. അതുകൊണ്ട് ഇതുപോലെ പറഞ്ഞുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല. RSP എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കൊണ്ടുപോയി ഇതുപോലാക്കിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദി അദ്ദേഹം തന്നെയാണെന്ന കാര്യം വിസ്മരിക്കരുതെന്നേ ഞാനിപ്പോൾ പറയുന്നു. പാർട്ടിയുടെ അംഗീകൃത നയത്തിന് വിരുദ്ധമായിട്ടാണ് UDFന്റെ പിന്തുണ സ്വീകരിച്ച UDFിൽ ചേർന്ന RSP സ്ഥാനാർത്ഥിക്ക് സിമ്പിൾ ഞാൻ അലോട്ട് ചെയ്തത്. അത് ജനറൽ സെക്രട്ടറിയുടെ മാത്രം അധികാരമാണ്, അവകാശം. ആ RSP ആണ് ഇന്ന് നമ്മളെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വരുന്നത്. CPIയെ മാത്രമല്ല CPIMനെയും RSP ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പന്ന്യനോട് എന്ന പോലെ നിലവിട്ട് പെരുമാറാൻ ചന്ദ്രചൂഡിന് പേടിയായതുകൊണ്ട് പിണറായിയെ സാധാരണ ഭാഷയിൽ വിമർശിക്കുന്നു. ആണും പെണ്ണും കെട്ട വിമർശനവും അറിയാം എന്ന് തെളിയിക്കണ്ടേ? പിണറായിയുടെയും CPIMന്റെയും അംഗ പ്രത്യംഗ വർണ്ണനയാണ് ഇനി. മുമ്പ് ഒരു ചൊല്ലുണ്ടായിരുന്നു, ഞാനതിപ്പോൾ പറയുന്നില്ല. പറയാത്തത് അന്തരിച്ചുപോയൊരു നേതാവിനെ കുറിച്ചുള്ള ബഹുമാനത്തോടെയാണ്. അന്ന് പറഞ്ഞിരുന്നത് അദ്ദേഹം തൊട്ടാൽ അസ്പർശ്യത മാറും. ഇപ്പോൾ ഡിക്ഷണറി പരിധി നോക്കിയിട്ട് ഒരു പേരും കിട്ടിയിട്ടില്ല ഈ ചെറുപ്പക്കാരനെ വിളിക്കാൻ. അതുകൊണ്ടാണല്ലോ വേറെ പല പേരുകളും വിളിച്ചത്. എന്നിട്ട് ചോദ്യം പകരം ഒരു വാക്ക് പറഞ്ഞു തരാനാണ് ചോദിക്കുന്നത്. ഉണ്ണിയെ കണ്ടാൽ ഊരിലെ പഞ്ഞമറിയാമെന്നൊരു ചൊല്ലുണ്ട്, വളരെ അർത്ഥവത്തായ ചൊല്ലാണ്. ഉണ്ണിയെ കണ്ടാൽ ഊരിലെ പഞ്ഞമറിയാം. ഇവിടെ CPMന് ഉണ്ണിയുണ്ട്. ആ ഉണ്ണിയെ കണ്ടാൽ ആ പാർട്ടിയുടെ വിവരം അറിയാം, ഇല്ലേ? ആ മുഖത്തൊന്ന് നോക്കിയാൽ, ആ ചീറ്റിലൊന്ന് കണ്ടാൽ, അപ്പോൾ പാർട്ടിയെ കുറിച്ച് നമുക്ക് ആ മുഖമാണല്ലോ ഈ പാർട്ടി. ആ മുഖം കൊണ്ടാണല്ലോ പാർട്ടിയിലേക്ക് വരാനും നിൽക്കാനും പോകാനും കൊല്ലാനും ഒക്കെ. അതാണ് പാർട്ടിയുടെ മുഖമെങ്കിൽ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിക്കണം, ഈ മുഖം മതിയോ നമുക്ക്? മുഖത്തിൻ്റെ സൗന്ദര്യമല്ല ഞാൻ പറയുന്നത്. ചങ്ങമ്പുഴ പാടിയതുപോലെ മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ് എങ്കിൽ ഈ കണ്ണാടി അപാരം, കഠോരം. അപ്പോൾ ഇനി തിരിച്ച് മുന്നണിയിലേക്ക് ക്ഷണിക്കാതിരിക്കാൻ പാകത്തിൽ 2 പാർട്ടികളെയും വെറുപ്പിച്ചു കളഞ്ഞു. എന്തായാലും രാഷ്ട്രീയ മാനത്തിൻ്റെയും ഭാഷാ മര്യാദയുടെയും പേര് പറഞ്ഞ് പിണറായി വിജയനെ കൈകാര്യം ചെയ്ത ചന്ദ്രചൂഡൻ ആണും പെണ്ണും പ്രയോഗത്തിലൂടെ തൻ്റെ യോഗ്യതയും തെളിയിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയമായ യോഗ്യതയും അദ്ദേഹം തെളിയിക്കുന്നുണ്ട്. അത് കൊല്ലം സീറ്റിനായുള്ള ഒരു ചൂതാട്ടമാണ് തൻ്റെ നേതൃത്വത്തിൽ നടത്തിയത് എന്ന് സമ്മതിച്ചതിലൂടെയാണ്. മുന്നണി വിട്ടു പോകാൻ RSP ഒരു വലിയ റിസ്ക് എടുത്തതുപോലെ, ഒരു ചൂതാട്ടം നടത്തിയതുപോലെ ഞാനും ഒന്ന് ചെയ്തു. ആ ചൂതാട്ടത്തിൽ രാഷ്ട്രീയ ചൂതാട്ടമാണ്. വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള, അധികം ആർക്കും, ഞങ്ങളൊരു 6-7 പേർക്ക് മാത്രം അറിയാവുന്ന ആ ചൂതാട്ടത്തിൽ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് ഈ വേദിയിൽ ഞാൻ ഉണ്ടാകുമായിരുന്നു. ആ ചൂതാട്ടത്തിൽ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനഗേ നമോ നമോ ചന്ദ്രചൂഡ. ചിരിക്കാതെ എന്തു ചെയ്യും?
അതത് മുന്നണികളിൽ അതൃപ്തരാകുമ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ ഇമ്മാതിരി ചൂതാട്ടവുമായി കൂടുതൽ പാർട്ടികൾക്ക് രംഗത്ത് വരാവുന്നതാണ് എന്ന് ഉപദേശിച്ചുകൊണ്ട് അടുത്ത ചൂതാട്ടത്തിലേക്ക് ഒരിടവേള കഴിഞ്ഞ്. തമിഴ്നാടിന്റെ ആവശ്യത്തെ പറ്റി ആലോചിക്കാന്ന് പറഞ്ഞു. ആലോചിക്കാന്നല്ല പറഞ്ഞത്. പരിശോധിക്കാൻ പറയാൻ പറ്റൂലല്ലോ. എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഗവൺമെന്റ് പ്രത്യേകം പരിശോധിക്കും. അല്ല അത് പിന്നാലെ പ്ലീസ് പരിശോധിച്ചതിന് ശേഷം ഗവൺമെന്റ് അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള മറുപടി നാളത്തെ നിയമസഭയിൽ പറയുന്നതായിരിക്കും.